ജി സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു? തനിനാടൻ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. CPM പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൈയടക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലക്കാരാണ്. ഇതിനോടുള്ള വലിയ പ്രതിഷേധം മുൻ മന്ത്രി ജി സുധാകരൻ പത്രക്കാരുമായി പങ്കുവെക്കുന്നതിന് യാതൊരു മടിയും കാണിച്ചില്ല. ആയതിന്റെ ഭാഗമായാണ് ജില്ലയിൽ തന്നെ ഒതുക്കാൻ ശ്രമം തുടങ്ങി നാളുകളേറെയായെന്ന് സുധാകരൻ പ്രധാനപ്പെട്ട പല നേതാക്കളെയും അറിയിച്ചത്. ആയതിന്റെ പ്രതികരണമെന്നോണം ഇത്തവണ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത്. മറ്റു ജില്ലകളിലുള്ള നേതാക്കളോടും സഹപ്രവർത്തകരോടും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് പരമപുച്ഛമാണെന്ന ധ്വനിയാണ് പാർട്ടിയുമായി തെറ്റി നിൽക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വാക്കുകളിലൂടെ പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷവും കണ്ണൂർ ലോബി ഏതാണ്ട് മുഴുവൻ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും കൈവശപ്പെടുത്തി. MA ബേബി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നത് തന്നെ പ്രത്യേക സാഹചര്യത്തിലാണ്. കണ്ണൂരിൽ നിന്ന് മറ്റു നേതാക്കൾ ഇല്ലാത്തതിനാലാണ് ആ സ്ഥാനലബ്ധിക്ക് പിന്നിൽ. രക്തസാക്ഷികളുടെ സ്വന്തം നാട്, പാർട്ടിയുടെ ഏറ്റവും ഉന്നതിയുള്ള ജില്ലയായാണ് കണ്ണൂരിനെ അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പ്, പാർട്ടി പരിപാടികൾ കൃത്യമായും ചിട്ടയായും നടക്കുന്നതും പാർട്ടിക്ക് മീതെ പരുന്തു പറക്കാത്തതുമായ ഒരേയൊരു ചെങ്കോട്ട. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഘടകങ്ങൾ മറ്റിടങ്ങളിൽ ഇല്ലെന്നാണ് കണ്ണൂർ ലോബിയുടെ സ്വകാര്യ അഹങ്കാരത്തിന് പിന്നിൽ. ജില്ലാ കമ്മിറ്റി ഓഫീസ് നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ഫോട്ടോ കൊണ്ട് അലങ്കൃതം. ഇതിന്റെ അടുത്ത് എത്താവുന്ന ഒരു ജില്ലയും കേരളത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, പാർട്ടിക്ക് എതിർവാക്കില്ലാത്ത ഏക സ്ഥലം. പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയും ജഡ്ജിയും. ഇതിനാൽ തന്നെ മറ്റ് ജില്ലകൾക്ക് മുകളിലാണ് കണ്ണൂർ ജില്ലയെന്ന് അവർ അവകാശപ്പെടുന്നു. ഇത്തരത്തിലുള്ള പാർട്ടിയെ മുതലെടുപ്പ് നടക്കുന്നത് മുൻ മന്ത്രി ജി സുധാകരന് ശക്തമായ അമർഷമുണ്ട്. ആലപ്പുഴയിലെ വയലാർ കഴിഞ്ഞ് കേരളത്തിൽ മറ്റേത് വിപ്ലവ പാരമ്പര്യ പ്രദേശമുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ UDFന് ജയിക്കാൻ കഴിഞ്ഞത് കേവലം ഒരു സീറ്റ് മാത്രം. വലിയ പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ UDF പലപ്പോഴും 4ഉം 5ഉം നിയമസഭാ സീറ്റുകൾ നേടുന്നത് വിലയിരുത്തപ്പെടണം. കണ്ണൂർ ഇത്രയും വലിയ വിപ്ലവ മണ്ണാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കുന്നു? തന്നെയുമല്ല, കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഒരളവ് വരെ വലിയ നേതാവാക്കി വളർത്തിയതിലും കണ്ണൂർ ലോബിയുടെ തെറ്റായ നയങ്ങളാണ്. ഇതെല്ലാം മറച്ചുവെച്ച് പാർട്ടിയെ സർവം അടക്കി ഭരിക്കുന്നത് ഭൂഷണമല്ല. പാർട്ടി കൊലപാതകങ്ങൾ പലപ്പോഴും കൊട്ടേഷൻ സംഘങ്ങളുടെ പങ്കായി അധപതിച്ചു. സാംസ്കാരിക കേരളത്തിൽ പാർട്ടിക്ക് വലിയ അപമാനം വരുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതിന്റെ ഉത്തരവാദിത്തം കണ്ണൂർ ജില്ലക്കാണെന്ന് സാംസ്കാരിക കേരളത്തിൽ പാർട്ടിക്ക് വലിയ അപമാനം വരുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതിന്റെ ഉത്തരവാദിത്തം കണ്ണൂർ ജില്ലയ്ക്കാണെന്നാണ് സുധാകരന്റെ അടുപ്പക്കാർ അടക്കം പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഉയർന്ന നേതാവായ ജി സുധാകരന്റെ ഇന്നത്തെ നിലപാട് തീർച്ചയായും LDFന് വലിയ തിരിച്ചടിയാകും. നന്ദി, നമസ്കാരം. തനിനാടൻ മലയാളി ന്യൂസ്.